നമ്മൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്? ഈ ചോദ്യത്തിന് മിക്കവർക്കും പല ഉത്തരങ്ങളുണ്ടാകും. എന്നാൽ ശാസ്ത്രത്തിന് പറയാനുള്ളത് സിനിമയേക്കാൾ വലിയൊരു ക്ലൈമാക്സ് ഉള്ള കഥയാണ്. സത്യത്തിൽ നിങ്ങളും ഞാനും ഈ കാണുന്ന സകല ജീവജാലങ്ങളും ദശകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ കത്തിത്തീർന്ന നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിന് വെറും ഹൈഡ്രജനും ഹീലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിലെ കാർബണോ രക്തത്തിലെ ഇരുമ്പോ ഒന്നും അന്ന് നിലവിലില്ല. നക്ഷത്രങ്ങൾ ഒരു ഫാക്ടറി പോലെ പ്രവർത്തിച്ചു. അവയുടെ ഉള്ളിലെ അതിഭീമമായ ചൂടിൽ ലളിതമായ അണുക്കൾ ഒട്ടിച്ചേർന്ന് പുതിയ മൂലകങ്ങൾ ഉണ്ടായി. ഇതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് ആവശ്യമായ ഓക്സിജനും നൈട്രജനും കാൽസ്യവും ഒക്കെ പാകം ചെയ്തെടുത്തു. ഈ മൂലകങ്ങൾ എങ്ങനെ നമ്മുടെ അടുത്തെത്തി? അവിടെയാണ് നക്ഷത്രങ്ങളുടെ ആത്മത്യാഗം നടക്കുന്നത്. തൻ്റെ ആയുസ് തീരുമ്പോൾ ചില വലിയ നക്ഷത്രങ്ങൾ അതിശക്തമായി പൊട്ടിത്തെറിക്കും. ഇതിനെയാണ് സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ഈ സ്ഫോടനത്തിലൂടെയാണ് നക്ഷത്രം താൻ അതുവരെ ഉണ്ടാക്കിയെടുത്ത സകല നിധികളും പ്രപഞ്ചത്തിലേക്ക് വിതറുന്നത്. ആ പൊടിപടലങ്ങളിൽ നിന്നാണ് പിന്നീട് ഭൂമി ഉണ്ടായതും അതിൽ ജീവൻ മുളച്ചതും. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റത്തിനെയും ഒന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ ഇടതു കൈയിലെ കാർബൺ വന്നത് ഒരു നക്ഷത്രത്തിൽ നിന്നാണെങ്കിൽ വലതു കൈയിലെ കാർബൺ വന്നത് മറ്റൊരു നക്ഷത്രത്തിൽ നിന്നാകാം. നക്ഷത്രങ്ങൾ മരിക്കാതിരുന്നെങ്കിൽ നമുക്ക് ജനിക്കാൻ കഴിയില്ലായിരുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞകൾ കാൾ സാഗൻ പറഞ്ഞതുപോലെ നമ്മൾ നക്ഷത്ര ധൂളികകളാൽ നിർമ്മിക്കപ്പെട്ടവരാണ്. വി ആർ മെയ്ഡ് ഫോർ സ്റ്റാർ സ്റ്റഫ്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഈ ലോകത്ത് ഒറ്റപ്പെട്ടവരല്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നക്ഷത്രങ്ങളുടെ അനന്തരാവകാശികളാണ്. ഈ വലിയ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കമൻറ്റ് ചെയ്യുക. ഓക്കെ.